ഹലോ, ഇന്നൊരു ഹോം വ്ലോഗും നോമ്പുതുറ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടാ. എനിക്ക് തോന്നിയിട്ടും ലാസ്റ്റ് ഇതേപോലത്തെ ഇഫ്താർ നോമ്പുതുറ വീഡിയോ ഒക്കെ ഇടുന്ന ആൾ ഞാനായിരിക്കും. കാരണം എനിക്ക് തീരെ സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്, എനിക്ക് ഒരുപാട് സമയമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉമ്മാൻ്റെ ചെടികളാണ് കേട്ടോ. പുതിനയൊക്കെ ഉണ്ട് അതിനകത്ത്. എനിക്കിഷ്ടമാണ് ഒരുപാട് ചെടികളൊക്കെ നടാൻ, പക്ഷേ എനിക്കതിലൊന്നും വലിയ കഴിവില്ല. അപ്പോൾ നമ്മുടെ പോയിന്റ് വന്നിട്ട് എനിക്ക് ഒട്ടും സമയമില്ലാത്ത കാര്യം പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ ഇന്ന് സൺഡേ ആണ്, എനിക്ക് ഒരുപാട് സമയമുണ്ട്. നല്ല മൂഡിലല്ലായിരുന്നു. എന്നിട്ടും അതൊന്നും വകവെക്കാതെ ഞാൻ എൻ്റെ കുറേ ഇഫ്താർ ഐറ്റംസിൽ കടന്നിട്ടുണ്ട്. അതിൽ കട്ട്ലേറ്റ് ഉണ്ട്, ബണ്ണിറച്ചതുണ്ട്, ഈ വെങ്കീസിൻ്റെ നഗറ്റ്സ് ഉണ്ട്. സോ നോമ്പുതുറ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് പത്തിരിയും ബീഫ് കറിയും റെഡിയാക്കുന്നുണ്ട്. പാൽച്ചായ റെഡി ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പം ഞാൻ ടേബിൾ സെറ്റ് ചെയ്യാണ്. ഞാൻ ഉണ്ടാക്കിയ എല്ലാ ഐറ്റംസും ഞാൻ കൊണ്ടുവന്ന ടേബിളിൽ വെക്കുന്നുണ്ട്. ഈ ബണ്ണിൻ്റെ ഈ സാധനം ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യണം. ഇതെന്തായാലും നിങ്ങൾ എൻ്റെ ഷോർട്സ് കാണും. ഞാൻ എൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. നല്ല രസമുണ്ട്, നല്ല യമ്മി ആയിരുന്നു. സോ നഗറ്റ്സ് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി, പക്ഷേ സാറില്ല, ഞാൻ കരിയാത്ത ഭാഗം ഞാൻ ഇട്ട് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അഫ്കോഴ്സ് കുറേ ഫ്രൂട്ട്സ് അരിഞ്ഞിട്ടു. ഫ്രൂട്ട്സിലാണ്ട് എന്ത് നോമ്പ് തരാം അല്ലേ, അപ്പോൾ ഉള്ള ഫ്രൂട്ട്സൊക്കെ ഞാൻ അരിഞ്ഞ് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് കുറേ ഇഷ്ടമാണ് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇരുന്ന് കണ്ണ് നിറഞ്ഞ് കാണാമെന്നൊക്കെ പറയില്ലേ, ആ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ എനിക്ക് നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയമായി. ആ സമയത്തൊരു മഴയും പെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.